ഹലോ ഗൈസ്, ഞാൻ നാടും വീടും വിട്ട് രാജസ്ഥാനിൽ താമസം മാറ്റിയിട്ട് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. വ്യൂ തന്നെ കണ്ട അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അവൽ എണീറ്റ് ആദ്യം ചെയ്യുന്നതിന് ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ബോണസ് ചെട്ടി. ഇതവിടെ വെയിലത്ത് ഉണക്കാൻ ഇറങ്ങണം. ഇവിടെ നല്ല വെയിലാണ്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ 4-5 ചെട്ടി കൊണ്ടുവന്നുള്ളൂ. ഇവിടെ ഇരിക്കട്ടെ. വേറെ ഡ്രസ്സ് താഴത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീക്കുന്ന ടൈമിൽ കണ്ടൊരു പയ്യനാണ് കേട്ടോ. അവൻ രാവിലെ തന്നെ അവൻ ടെറസിന് മുകളിലേക്ക് വന്നിട്ട് പട്ടം പറത്താൻ വന്നിരിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ പറത്താത്തത് കൊണ്ട് ഞാൻ അവൻ്റെ നിന്ന് വാങ്ങിച്ച ആഗ്രഹം കൊണ്ട് ഞാനും ഒന്ന് പറത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. നമ്മളെടുത്ത റൂം ഇതാണ് കേട്ടോ. റൂം എന്ന് പറഞ്ഞാൽ വീട് പോലത്തെ, വീടിൻ്റെ മുകളിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നതിന്. നടവഴികളൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ അവിടെ അമ്മർത്ത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല വിശക്കുണ്ട്. നല്ല ഹോട്ടൽ കണ്ട് എവിടെയെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണം. ഏത് നാട്ടിൽ പോയാലും ആ നാട്ടിലെ ആളുകളെ പോലെ നമ്മൾ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. എന്നാൽ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടേ. ഈ ക്യാപ്പ് ഇട്ടിട്ടാണ്ടോ പോകാൻ പോണേ? രാജസ്ഥാനിനെ പോലെ ഉണ്ട് ഇപ്പോൾ കാണാൻ. ഞാൻ കുറച്ച് നടക്കുമ്പോഴേക്കും എൻ്റെ മുമ്പിൽ കണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ മഹാരാജാവിൻ്റെ പാലസ്. ശേഷം നല്ല ദാഹമായതുകൊണ്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കടിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടുത്തെ കടക്കാരനെ കണ്ടപ്പോൾ തന്നെ പേടിയായി. ചെവിയിൽ ഒരുപാട് കമ്മലും ബാക്കിലും മുടിയൊക്കെ കെട്ടിവെച്ചു, എന്താ പറയുക, ഒരു ഗുണ്ടാ ലുക്ക് പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ആൾ തന്ന ജ്യൂസ് മിണ്ടാണ്ട് കുടിച്ച് ഞാൻ അവിടെ സ്ഥലം കാലിയൊക്കെയാണ്. പിന്നെ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ കയറിയിട്ടാ. ചെരുപ്പ് വെളിയിൽ ഊരി വെച്ചത് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് ഉണ്ടാവുമോ എന്നുള്ളത്. ഇവിടെ ഇതുപോലെ കയ്യും കഴുകി ഇതുപോലെ മണി അടിച്ചിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക. ഇവിടെ ഭജന പോലത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും. നിങ്ങൾ ഒരു നിമിഷം കേട്ട് നോക്ക്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെരുപ്പ് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ട്. കാണാൻ അടിപൊളിയായിട്ട്, ഇത് കൂടെ നടക്കാനും അടിപൊളിയായിട്ട്. ഇങ്ങനത്തെ തൊപ്പി എങ്ങനെയുണ്ട്, ഞാൻ ഇട്ട തൊപ്പി എങ്ങനെയുണ്ട് എന്ന് പറയുന്നത് കമന്റ് ചെയ്യണേ. ഈ മറ്റേ സിനിമകളിലെ കാണുന്ന ആളുകളെ പോലെ ഉണ്ട് ഇപ്പം എന്നെ കാണാൻ. ഒരു നായകന്റെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പോണ വഴിക്ക് റോട്ടിൽ തന്നെ ആർക്കോ വേണ്ടി 2 ചപ്പാത്തി വെച്ചിരിക്കണു. ഒരുപാട് മുഖംമൂടി പോലത്തെ സംഭവങ്ങൾ ഞാൻ സിനിമയിലൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് മുഖംമൂടി പോലത്തെ സംഭവങ്ങളൊക്കെ പണ്ട് കുട്ടിച്ചാത്തല്ല, മറ്റേ കൊച്ചു ടി വിയിൽ ജാക്കി ചാനലിൽ കണ്ട കാർട്ടൂണിലുള്ള മുഖംമൂടി പോലെയൊക്കെ ഉണ്ട്. ഒരുപാട് മുഖംമൂടികൾ അങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഏരിയ കൂടെ വന്നപ്പോൾ ഇവിടുന്ന് ഒരു മാതാജി എനിക്ക് നമസ്കാരം തന്നിട്ടുണ്ട്, എൻ്റെ അമ്മമ്മ തന്ന പോലെ. പിന്നെ ഞാനൊരു പാട്ട് കേൾക്കുന്ന ആളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ഈ പാട്ട് ഞങ്ങൾ കുറച്ചൊന്ന് കേട്ട് നോക്കൂ. ഇയാൾ ഇതുപോലെ പാട്ട് പാടും. അപ്പോൾ അതിൽ ആളുകൾ പൈസ വെച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൊക്കെ വെച്ച് പാട്ട് പാടും. ഈസാ ഖാൻ. ഓക്കെ ഭയ്യ, ഓക്കെ ഭയ്യ, താങ്ക് യു ഭയ്യ. അടിപൊളി പാട്ടാണ് കേട്ടോ ആൾ പാടിയത്. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാട്ടാ. നമുക്ക് അടുത്തത് കണ്ടിട്ട് ഇറങ്ങാട്ടാ. ഇവിടെ ഇതുപോലെ ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. ശേഷം ഇതുപോലെ വേറൊരു പാട്ടുകാരനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് 100 രൂപ കൊടുത്തിട്ട് ഞാൻ പാട്ട് കേൾക്കുകയാണ്. ശേഷം ഇതുപോലെ ഒരു പാട്ടും കൂടെ കേട്ട് ഇവിടെ എവിടെ നോക്കിയാലും പശുവാണ്. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്രാമത്തെ തവണയാണ് ഇതുപോലെ പശു ചാണകത്തിൽ ചവിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറേ തവണ ചവിട്ടി ഇപ്പോൾ കാലും കൊണ്ട് ഉരച്ച് കളയാണ്. ഇതിൽ തന്നെ നല്ല വിശപ്പാണ്. അപ്പോൾ നല്ലൊരു ഹോട്ടലിലേക്ക് വന്നിരിക്കണം. വിശന്നിട്ട് വയറ് കാളെന്ന് പറയില്ലേ. ഇവിടുത്തെ ഫുഡായ ബാൾ ബാട്ടി ചൂർമ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ തൊപ്പി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ചാർജും കൂടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് വന്നിട്ട് അങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല വിശപ്പ് രാവിലെ വെളിക്ക് ഇറങ്ങിയതും. ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവർ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നത് തോന്നുന്നു. 1/2 മണിക്കൂറായിട്ടും ഫുഡ് കാണാനില്ല. ये घी है, ठीक है, ये चूरमा, ये लहसुन की चटनी, राइस, दाल, बाटी, पापड़. ഓക്കെ ബൈ. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ അതത് നാട്ടിൽ പോയ അതത് ഭക്ഷണം കഴിക്കണം എന്നല്ലേ. 350 രൂപ എടുത്തു. പോരാത്തതിന് ഒരു ബോട്ടിൽ വെള്ളത്തിന് 30 രൂപ എടുത്തു. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേറെ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. പോണ സ്ഥലത്തിൻ്റെ അടി നിലമൊക്കെ കാണുന്നത് ഒരു വൃത്തിയില്ല. ഭക്ഷണ വേസ്റ്റും അതുപോലെ തന്നെ ചാലും അഴുക്ക് ചാലും. പക്ഷെ കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയാണെങ്കിലും അടിവശത്ത് എന്ന് പറയുന്നത് ഇതുപോലെ വേസ്റ്റും കുപ്പിയൊക്കെ ഇട്ടിട്ടാണ്. ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ടാണോ അപ്പോൾ കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോവുകയാണ്. നമ്മൾ പോകേണ്ട സ്ഥലത്തിൻ്റെ വഴി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. പത്വ ഹവേലി എന്നാണ് ഇതിന് പറയുക. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലായിരിക്കും. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റക്കൈയിലും കൊണ്ടാണ് നടക്കുന്നത്. അതാണ് വീഡിയോൻ്റെ കുറേ പോരായ്മകളുണ്ട്.
അങ്ങനെ ഇവിടെ ഒരു 150 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കയറുകയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞ ഒരു മ്യൂസിയം പോലെ ഇവിടുത്തെ പഴയ രാജാക്കന്മാരുടെയും പഴയ ആളുകളുടെയും ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നല്ലൊരു വഴി കണ്ടപ്പോൾ ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ പോവാണ് കേട്ടോ. എന്തോ സ്ഥലമാണെന്ന് കൊണ്ടാണ് ഉള്ളിൽ പോയത്. പക്ഷെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ നല്ല ബാത്റൂം. ഞാൻ വിചാരിച്ച് വേറെ എന്തോ ആണെന്ന്. പക്ഷെ ബാത്റൂമിന്റെ വാതിൽ തുറന്നെന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ പോയി കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത്ര അടിപൊളിയാണ്. കുറേ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റി. അങ്ങനെ വേറെയും ടിക്കറ്റ് എടുത്ത് ഞാനിവിടെ വേറെ പാലസും കൂടെ കണ്ട് മാർക്കറ്റിൽ കൂടെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ഹിന്ദി എഴുതിയത് കൊണ്ട് നമ്മൾ ആകെ പെടാപ്പാട് പെടുന്നുണ്ട് കേട്ടോ വായിക്കാനും പോകാനൊക്കെ. നമ്മൾ കുറേ നടന്നിട്ട് നത്മാൽ കി ഹവാലി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം കേട്ടോ അങ്ങനെയുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കയറിപ്പോയത് അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. ഒരു ഉള്ളിലേക്ക് വന്നതിനെന്തോ പറഞ്ഞു. അത് പ്രൈവറ്റ് ഹൗസാണ്, വെളിയിൽ മാത്രം അങ്ങനെ അലോഡ് ഉള്ളതെന്ന് പറഞ്ഞു. ഒരു വഴിക്ക് വരുമ്പോൾ ചീത്ത കേൾക്കുന്നതൊക്കെ നല്ലതാണ്. ഇതെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്തായാലും ചീത്തയാണെന്ന് എനിക്ക് മനസ്സിലായി. പോണ വഴിയിൽ ഇതുപോലെ ഒരു പശു, നമ്മൾ അങ്ങനെ ഇതിനെ മറിഞ്ഞ് കടന്നു പോകാം. നേരത്തെ ഇത് കൂടെ കയറിയിട്ട് പോവാം. കാണുമ്പോൾ തന്നെ പേടിയാവണോ. ഒരു ചവിട്ട് കിട്ടിയ എൻ്റെ ഉപ്പാടളകും എന്താ. ശേഷം ഞാൻ നല്ലൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു കേട്ടോ. ഇവിടെ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഓറഞ്ച് ജ്യൂസ് തരുന്നത്. എന്തായാലും അടിപൊളി. പിന്നെ നട്ടപ്പാറ വെയിലെത്തത് ഒരു നായി കടന്നുറങ്ങണം നോക്ക്. അത് കഴിഞ്ഞ് ഇവിടെ ഗഡിസാഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണാൻ അടിപൊളിയായിട്ട് ഒരു തടാകവും അതിൽ കുറേ ബോട്ടിങ്ങും പിന്നെ അതിൻ്റെ നടുവിൽ ഒരു ബിൽഡിങ്ങും. ഇത് കൂടെ വന്നാണ് നോക്കണം. അവിടെ വഴിയില്ല, അവിടെ വെള്ളവും. പക്ഷെ നമുക്കാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിൽ കൂടെയൊക്കെ കയറി ചാടിയിട്ടാണെങ്കിൽ ഞാൻ പോകും. അയ്യോ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടാൻ നോക്കാം. സിമ്പിളായി ചാടാതാ. ചെറിയ പിള്ളേർ വരെ വരുന്നുണ്ട്. പിന്നെയല്ല നമുക്ക് ഇവിടെ ചാടിയിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. ഓ, നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ എല്ലാവിടെയും ആ കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടേ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. എന്ത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണ്. ചില സമയത്ത് ഓരോ ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന്. എന്തായാലും ഇവിടെ എങ്ങനെ ഇരിക്കാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ മരത്തിന്റെ കീഴിൽ തടാകത്തിന്റെ ഓരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കേട്ടാ. 3-4 കിലോമീറ്ററോളം നടന്നു. കാലൊക്കെ നല്ല വേനയായിട്ട് ഇതങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഒരു തടാകത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ്. തിരക്കേ ഇല്ല. ഒറ്റയ്ക്ക് വന്നുകൊണ്ടേ സംസാരിക്കാനാ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനാ ഫോട്ടോ എടുത്തരാനൊന്നും ആരുമില്ല. ഞാൻ തന്നെ എല്ലാം ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചിന്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ, ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതപ്പോൾ ഇതുപോലെ കണ്ട ഒരു കാക്കപ്പോൾ തലമണ്ടയിൽ തൂറി. എവിടെ നിന്നാണെന്ന് അറിയില്ല, അതാ ഫോണിലും തൂറി. എന്തൊരു കഷ്ടമാണ്. നല്ലൊരു സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. എന്തൊരു കഷ്ടമാണ് നോക്ക്. നല്ലൊരു വീഡിയോ എടുത്തിട്ട് നല്ല സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. ഇതൊന്ന് കഴുകട്ടെ, ഫോണിൽ പോയി. എന്തൊരു കഷ്ടമാണ് നോക്ക്. അങ്ങനെ അതും കഴുകി ഞാനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. മാർക്കറ്റൊക്കെ കണ്ട് ഞാനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പുറത്തൊക്കെ ചുറ്റിക്കഴിഞ്ഞ് അവസാനം റൂമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അന്ന് കുറേ നടന്നു. കൈയും കാലൊക്കെ നല്ല വേനയല്ല, ഒരു കടച്ചിൽ പോലെ കുറേ നടന്നു. 3-4 കിലോമീറ്റർ ചുറ്റി. വകുതി ഇന്ത്യയൊക്കെ കുറേ ചുറ്റി. ഗൂഗിൾ മാപ്പ് ഭ്രാന്താക്കി മനുഷ്യനെ. ഒന്ന് ഷർട്ടൊക്കെ ഒന്ന് അയച്ചൊന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പക്ഷെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടെറസിന് മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഇട്ട നമ്മുടെ അണ്ടർവെയർ നല്ല വെടിച്ചിട്ടുണ്ട്. നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടാണ് മൂപ്പരാൾ ഇരുന്നിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഡയറിയും ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡയറി. ഇതിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ എഴുതണം. എൻ്റെ പേരുണ്ട് കേട്ടോ ഈ ഡയറിയിൽ, ഇന്ദ്രജിത്ത്. ഞാനിടുന്ന കണ്ണാടിൻ്റെ ആ ഡിസൈൻ ഉണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ ഞാൻ വന്നത് ഇത് പോകുന്നത്, ടിക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടെ എഴുതണം. ഇന്നത്തെ കാര്യങ്ങൾ എഴുതണം. പിന്നെ ഇത് ഞാൻ വായിക്കുന്ന ഇക്കിഗൈ എന്ന് പറയുന്ന ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഇക്കിഗൈ. അതിലൊരുപാട് മോട്ടിവേഷൻസ് ലൈൻ ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉണ്ട്, നോക്കി വായിച്ചോ. നല്ല അടിപൊളി ബുക്കാണ് ഗൈസ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇന്നത്തെ ദിവസം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് ആളുകളെ കണ്ടു. ഹിന്ദി അറിയാത്തതുകൊണ്ട് ആ കുറച്ച് ഹിന്ദി അറിയാം. ക്യാ ബയ്യ നെഹി ഇതൊക്കെ എനിക്ക് ആകെ കൂടി അറിയുന്ന ഭാഷ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് കുറേ സംസാരിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഡയറിയിൽ എഴുതി വെക്കുക കേട്ടോ. പിന്നീട് കാണുമ്പോൾ അത് എപ്പോഴും ഒരു ഓർമ്മയായിരിക്കും. എല്ലാം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെളിക്ക് പോവാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ ചോട്ട് ഇതുവരെ പട്ടം പറത്തി കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. ഇപ്പോഴും പട്ടം പിടിച്ചിട്ടാണ് മൂപ്പരാൾ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പയ്യൻ. ആൾ നല്ല കമ്പനിയാണ്. ഞാൻ സലാഡ് പോലത്തെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ആൾ ഞാനായിട്ട് കമ്പനി ആയതുകൊണ്ട് 70 രൂപയ്ക്ക് കൊടുക്കണം പപ്പടം ഫ്രീ ആയിട്ട് കഴിക്കാൻ തന്നു. എന്തായാലും കൊള്ളാം.
അവിടെ തന്നെ ഞാൻ എൻ്റെ അച്ഛമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അച്ഛമ്മ എന്നെ ഭയങ്കര മിസ് ചെയ്യേണ്ടത് തോന്നുന്നു. ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പാവം. ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അച്ഛമ്മയ്ക്ക് കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതിനെക്കാട്ടി വെറൈറ്റി വീഡിയോസ് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ കിടന്നാൽ തന്നെ ഉറക്കം വരും. ചിലർക്ക് തലയാണി ഉണ്ടാവും പക്ഷെ ഉറക്കം വരില്ല. ചിലർക്ക് ബുദ്ധി ഉണ്ടാവും പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയില്ല. അതുപോലെയാണ്. പക്ഷേ എനിക്ക് തലയാണി ഉണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഡയലോഗ് അങ്ങനെയുണ്ട്. ശരി കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇതുവരെ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരിനോടും. നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനൊക്കെ പോകാൻ പറ്റണത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളും കൂടെ കാണുകയാണ്. നിങ്ങൾ കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം എന്തൊക്കെ കാണണോ അതൊക്കെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ അവതരിപ്പിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.